അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ സബ്സ്ക്രൈബറിൻ്റെ കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ ലൈക്കിൻ്റെയും ഷെയറിൻ്റെയൊക്കെ പറയാം, വഴിയും പറയാം. നമുക്ക് ആദ്യം തന്നെ നമുക്ക് സബ്സ്ക്രൈബിൻ്റെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഭയങ്കരമായിട്ട് ആദ്യം എടുക്കുകയാണ്. അപ്പം ആണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 5-6 എങ്ങാണ്ടായി. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എനിക്കിനി ഈ 2025 വർഷം കഴിഞ്ഞിട്ട് ഇനി സബ്സ്ക്രൈബർ ഒരു 30-ൽ കൂടുതൽ പോകണം. പക്ഷേ ഞാൻ കാര്യം പറയട്ടെ, സെപ്റ്റംബർ ആയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 6-5 ആയി. ഞാൻ പറഞ്ഞ 2 ദിവസം ഒരു ദിവസം കഴിഞ്ഞപ്പോൾ, പിന്നെ ആണെങ്കിൽ ആ സെപ്റ്റംബർ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 16 സബ്സ്ക്രൈബറൊക്കെ വന്നു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ഒക്ടോബറിലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു 30 അത്രയുമായിരുന്നു. പിന്നെ ആണെങ്കിൽ നവംബറിലാണെങ്കിൽ എനിക്ക് 50-ൽ കൂടുതൽ വന്നു. പിന്നെ ഡിസംബറിലാണ് കഥ പറയേണ്ടത്. ഞാൻ വിചാരിച്ചു, അപ്പം ഈ ഡിസംബർ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു വിചാരം വന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ആദ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ സബ്സ്ക്രൈബർ കൂടാൻ പോകുന്നില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബർ 171 ആണ്. 200 ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ആവും. അപ്പോൾ എൻ്റെ റിയാക്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാൽ ഞാൻ ചെയ്തതെന്ന് പോലും എനിക്ക് അറിഞ്ഞാം. പിന്നെ ഡിസംബർ ആയപ്പോൾ ഒരു 80-ൽ കൂടുതലായി. പിന്നെ ആണെങ്കിൽ ജാനുവരി 1 ആയപ്പോൾ ഗൈസ് എനിക്ക് 100. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ 99 ആയപ്പോൾ ഞാനിങ്ങനെ ഇനി ഒരു സബ്സ്ക്രൈബറും കൂടിയാൽ എനിക്ക് 100 ആവും. എനിക്ക് എല്ലാവരും വിളിച്ച് കൂടി ഞാനാണെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സബ്സ്ക്രൈബറിൻ്റെ കാര്യം. ഇപ്പോൾ അന്ന് എനിക്കൊരു 100 കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 200 ആവാൻ കുറേ സമയം